ഹലോ, എന്താണ്? ഞാൻ അടിയില്ലെന്നാ? ഞാൻ ഓഫീസിലല്ലാണ്ട് പിന്നെ എവിടെ ഉണ്ടാവുണ്ട്? സിനിമക്കാ? നീ ഒന്ന് പോയേ. നീ ആരോട് ചോദിച്ചിട്ട് ബുക്ക് ചെയ്തിനി? എന്നോട് ചോദിച്ചുവാ? പെട്ടെന്ന് കിട്ടിയതാ. എന്നിട്ട് എപ്പ ബുക്ക് ചെയ്തത്? എപ്പോഴത്തേക്കാണ്? ഇന്നാ? ഉച്ചക്കാ? ഇറക്കയില്ലേ? സാറൊന്നും വന്നിട്ടൊന്നുമില്ല. സാറ് വന്നാലും എനിക്ക് ലീവ് ചോദിക്കുന്നില്ല. ലീവ് ചോദിച്ചാൽ തരൂല്ല. ഞാനെന്നാ പറയുക ഇപ്പൊ? എന്തെല്ലാം നുണ പറഞ്ഞിട്ട് അറിയാം ഞാൻ ഇവിടെ നിൽക്കുന്ന, ഓരോ ലീവ് എടുക്കുന്ന അറിയാം. ഇനിയിപ്പോ സിനിമക്ക് പോകുന്നൊന്നും കൂടി അറിഞ്ഞാ പിന്നെ കണക്കായി. ഞാൻ ഇവിടെ പിന്നെ പണിക്കൊന്നും വരണ്ട. ഞാൻ ഒന്നല്ലേ സാറ് വന്നിട്ട് ചോദിച്ചു നോക്കട്ടെ, എന്തെങ്കിലും നുണ പറഞ്ഞു നോക്കട്ടെ. എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് വരാം, നോക്കാം. നല്ല സിനിമയല്ലേ? ശരിയാണ്. ഞാൻ ഇല്ലില്ല, ഞാൻ നുണ പറഞ്ഞിട്ട് എന്തായാലും വരും ഞാൻ. ശരി ശരി ശരി. വെക്ക. ഇപ്പൊ സാറിനോടൊന്ന് ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. അതല്ലേ ഇപ്പൊ പറഞ്ഞ? അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. മറന്നുപോയോ എന്നൊരു സംശയം. ഇന്നലെ കഴിഞ്ഞല്ലോ. ഇന്നിപ്പോ ഇന്നല്ലേ? ധർമ്മിള, നമ്മുടെ ആ റിസപ്ഷനിസ്റ്റിന്റെ വാക്കൻസി കാണുന്നില്ലേ ആ ഹോട്ടലിലെ? അതിന്റെ അവരെ വിളിച്ചിരുന്നോ? വിളിച്ചിനി. എന്താ പറഞ്ഞവര്? അവര് നാളെ വരാ പറഞ്ഞിനി. നാളെ വരുമ്പോ നമുക്ക് തരാനുള്ള പേയ്മെന്റിന്റെ ഒരു ഹാഫ് അഡ്വാൻസ് മേടിക്കണം. മണിക്കാം. അല്ല, എന്തോ ഒരു സാറിന് വേർക്കുന്നുണ്ടാ? വിയർക്കുമല്ലോ. ഞാൻ ഇപ്പൊ അല്ല, കുറെ നാളായിട്ട് ഞാൻ വിയർക്കുക. കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ, ഇച്ചിരി വിയർക്കണമല്ലോ. എനിക്ക് നല്ലോണം വേർക്കുകയും ചെയ്യുന്നു, തലയും വേനെടുക്കുന്നു, ചെറിയൊരു ചൂട് വരും പോലെ. സാർ തൊട്ട് നോക്കറാ? വേണ്ടേ? ഭയങ്കര തലവേദന. ആണോ? വായിലൊരു കയ്പ്. അതിപ്പത്തെ കാലാവസ്ഥയുടെ ഇതാണ്. ചൂട് കൂടുതലല്ലേ, വെള്ളം കുറച്ചധികം കുടിച്ചാൽ മതി. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോ ഇതെല്ലാം വരും. വെള്ളം കുടിക്കുന്നുണ്ട്. എന്റെ അപ്പ എന്തേ? ഡോക്ടർക്ക് പോണെന്തോ ഇങ്ങനെ തീരെ കഴിയാത്ത പോലെ. എന്താ ബുദ്ധിമുട്ടെന്താ? ഛർദിക്കണോന്നെല്ലാം തോന്നുന്നു. ഗുളിക എന്റെ ഉണ്ട്, ഞാൻ തരാം. അത് കഴിച്ചാ മതി. അങ്ങനെ ഇങ്ങനെയൊന്നും ഗുളിക തന്നൂടാ. ഞാൻ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അന്നേരം വേറെ ഗുളിക ഒന്നും തിന്നാൻ പാടില്ല. പിന്നെ ഉച്ചക്ക് നമ്മുടെ ആ ശിവജി ബിൽഡേഴ്സ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ കുറച്ച് ആളെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കൊട്ടേഷൻ ഇന്ന് കൊടുക്കണം. അത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ അത് അവിടെ കൊണ്ടുപോയി അത് കൊടുക്കണം. ശാസ്തമംഗലത്തെ ഞാൻ പോയി കൊടുക്കണം. പിന്നെ ഞാൻ പോയി കൊടുക്കൂ? ഇന്ന് കൊടുക്കണോ ചോദിച്ചു. ഇന്നാ കൊടുക്കണ്ടേ? ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ നാളെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ, ഇന്ന് തന്നെ കൊടുക്കണ്ടേ. അപ്പൊ ഇന്ന് കൊണ്ട് കൊടുക്കണം അവിടെ. കഴിയാത്തോണ്ട് പറഞ്ഞു. സാരല്ല, ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ വെള്ളം കുടിച്ചാൽ മതി, അതെല്ലാം ഓക്കെ ആവും. വെള്ളം കുടിച്ചെല്ലാം വേർത്തിട്ടല്ലേ പോകുന്നത്? വേർക്കുന്നു. അത് വീർത്താതെ അസുഖങ്ങൾ മാറിക്കോളും. ശർമിള, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോണ്ട. ഇല്ല കേട്ടോ, ഞാൻ പോവാ. ഞാൻ സാർ നീ പറയും. ഫോണിൽ പറയാൻ പറ്റില്ലെങ്കിൽ എന്തായാലും കാണാം. എന്താടെ എന്നാ നീ നേരെ പറഞ്ഞാൽ മതി. മതി, ഞാൻ വരാം, കാണാം. സാറേ, നേരം വൈകുന്തോറും പ്രശ്നാവൂലേ? നേരം വൈകുന്തോറും പ്രശ്നമാവും. ആ ബോധ്യം ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് തന്നെ കൊട്ടേഷൻ കൊണ്ട് കൊടുക്കാം. വൈകിയ വേറെ ആരെങ്കിലും ആ കൊട്ടേഷൻ കൊണ്ടുപോകും. അതല്ല, ഡോക്ടർക്ക് പോകേണ്ട കാര്യം. ഡോക്ടറെ പെട്ടെന്ന് വിളിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ടേ? അതിനിപ്പോ ഞായറാഴ്ച ദിവസം ലീവ് ആണല്ലോ, അന്ന് പോയി ഡോക്ടറെ കാണാം. എന്നിട്ട് മൊത്തത്തിൽ എമർജൻസി അല്ല, അത് നമുക്കിവിടെ അതിൽ എമർജൻസി നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ. ശർമ്മളെ മൊത്തത്തിലൊന്ന് ചെക്കപ്പ് ചെയ്യണം കേട്ടാ.
എന്തൊക്കെയോ പ്രശ്നങ്ങൾ ശർമ്മളയ്ക്ക് ഉണ്ട്. തൈറോയ്ഡ് ഉണ്ട്. തല ഉൾപ്പെടെ ഒന്ന് സ്കാൻ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ശിവജിയിൽ പോകാൻ മറക്കണ്ട, കൊട്ടേഷൻ കൊടുക്കണേ. ഈ സാറിന് ഇങ്ങനെ ആ ഏച്ചി എങ്ങനെയാ ഇപ്പൊ സഹിക്കുന്ന സാറിനെയല്ലോ. ഓ ആ ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് അവൻ പറഞ്ഞു. കുറച്ച് സമയം വേറെ എൻഗേജിലായിരുന്നു. കുറച്ച് അവൻ വിളിച്ചായിരുന്നാ? വിളിച്ചു, ഞാൻ അവനെ കാണാൻ തന്നെ അങ്ങോട്ട് പോകുന്നേ. ആ ഞാൻ അത് പറയാൻ വേണ്ടി വന്നു. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. പിന്നെ ഇവളുണ്ടല്ലോ ഈ ശർമിള, അവക്ക് ഇച്ചിരി തരികിടായിട്ട് വരികയാണ്. അയ്യോ ഷർമുള നിങ്ങളുടെ ആളല്ലേ? തങ്കത്തി ചില അല്ല പിന്നെ നീ ഒന്ന് കുറച്ചു നേരം ഇവിടെ നിൽക്കണം. ഞാൻ തിരികെ നിൽക്കുന്നേ കാര്യമുണ്ട്. ഞാനിവിടെ വരുമ്പോൾ അവൾ എവിടെയോ മുങ്ങാനുള്ള പരിപാടിയാണ്. ആരോടെ ഫോണിൽ സംസാരിക്കുന്നതായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വരാൻ നോക്കാം, എടുക്കാം. തോന്നിയതായിരിക്കും. അവള് ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും കള്ളം പറഞ്ഞ് മുങ്ങാൻ നോക്കാന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് അവളിപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥ, ചുമ, ബഹളം അങ്ങനെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, വയ്യായിക. ഞാൻ ഇത് കുറെ കണ്ടതാ. ഒരു കാരണവശാലും നീ ഇവിടെ ഇരിക്കണം. അവളെ ഞാൻ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ശരിക്കും വയ്യാഴികയാണെങ്കിലോ? തങ്കം, അവളെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ നല്ലപോലെ പഠിച്ചു വെച്ചേക്കാണ്. അവളെ ഹിസ്റ്ററിയും ബയോളജിയും ഒക്കെ എനിക്കറിയാം. അവൾ ഭയങ്കര ഉടായ്പിൻ്റെ ആളാണ് ഈ കാര്യത്തിൽ. ജോലിയിലും ഒക്കെയാണ്. അപ്പം നീ ഒന്ന് അവിടെ ഇരുന്നോ. ഞാനൊന്ന് പോയി ഒന്ന് കനകം വിളിച്ച കാര്യത്തിനൊന്ന് പോയിട്ട് വരട്ടെ. അവളെ ഞാൻ വേറൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ വേണ്ട പണിയുണ്ട്. വീട് നീ പോയില്ലെങ്കിൽ വീട്, ഒന്നീ പഞ്ചായത്ത് അല്ലെങ്കിൽ വീട്, ഇതൊന്നും നീ ഇല്ലെങ്കിൽ അവിടെ ഒന്നും ചലിക്കൂലേ. നീ പോയി അവിടെ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഒന്നും അറിയായിട്ടും അങ്ങനെ നടിക്കേ വേണ്ട. നീ വെറുതെ സാധാരണ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നു തരുന്നു. അതെ, നിങ്ങൾക്ക് പറ്റിയ വീടാണ്, ഷൂട്ടിങ്ങിന് പറ്റിയ ആംബിയൻസ് ഒക്കെ ഉള്ളൊരു വീടാണ്, പഴയ തറവാട് ടൈപ്പ്. ആ പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ വി ഹെൽപ്പിൽ വന്നൊന്ന് രജിസ്റ്റർ ചെയ്യണം. ആ എന്നാലേ കാര്യം നടക്കുകയുള്ളൂ കേട്ടോ. അത് ഞാൻ റെൻ്റൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ആ ഇവിടെ ഓഫീസിലൊന്ന് രജിസ്റ്റർ ചെയ്യും. അവിടെ എൻ്റെ സ്റ്റാഫുണ്ട് ഷർമിള, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അല്ല ഇപ്പൊ എല്ലാത്തിനും രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? പിന്നെ എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ രജിസ്റ്റർ അതിനും രജിസ്റ്റർ ചെയ്യണം. ഇനിയിപ്പോൾ രജിസ്റ്റർ മാരേജ് നടത്തണമെങ്കിൽ പോലും ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ അങ്ങനെയാണ്. ആ എന്താണ് മുതലാളി വിളിച്ച കാര്യം പറ. മുതലാളിയാ? അളിയനല്ലേ ഇപ്പൊ മുതലാളി? ആ എന്നാ ശരി, നേതാവ്, പാർട്ടി നേതാവ്. അതും അളിയൻ തന്നെ. അല്ല അത് വിട്. ഞാൻ ആ പാർട്ടിയിലുള്ള ആ സെക്ഷനെ ഞാൻ ഉപേക്ഷിച്ച് വെച്ചേക്കുകയാണ്. കാര്യം പറ, എന്താണ് ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യം? എന്തോ ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ഈ വന്ന് കാത്തു നിന്നത്. യുദ്ധത്തിന്റെ വല്ല കാര്യമാണോ? യുദ്ധത്തിന്റെ കാര്യമൊന്നും അല്ലല്ലേ. പിന്നെ ഇന്നേ അപ്പുക്കുട്ട സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മൊത്തം അളിയനായിരുന്നു ചർച്ചാ വിഷയം. ഈ മഴ തോർന്നാലും മരം പെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയണത് വളരെ ശരിയാണല്ലേ. എന്താണ് നിന്റെ അപ്പക്കുട്ടന് ചർച്ച ചെയ്യാൻ? ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി ഇനി ഞാൻ നാട് വിട്ട് പോകണമെന്നല്ലാണോ? അതൊന്നും അല്ല അളിയാ. പിന്നെ 22ാം വാർഡ് അളിയന്റെ മേൽനോട്ടത്തിലല്ലായിരുന്നോ? നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വാർഡല്ലേ. ആ വാർഡിലെ വോട്ടർമാരെ പറ്റിയായിരുന്നു ഇന്ന് ചർച്ച. അല്ല അത് ആ വാർഡിനെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റൂല. കാരണം ഞാൻ എൻ്റെ ചോര നീരാക്കിയ വാർഡല്ലേ. ആ വാർഡിന് വേണ്ടി എത്ര ദിവസം ഉറക്കമില്ലാതെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് അതൊന്നും പോകില്ല. ആ വാർഡിന് എന്ത് സംഭവിച്ചു? ഇത്രയൊക്കെ ചെയ്തിട്ടും ആ വാർഡിൽ തങ്കം എങ്ങനെ ജയിച്ചത്? മൊത്തം വോട്ടും ആളിയെ മറിച്ചു കൊടുത്തു എന്നാണ് പാർട്ടി പുതിയ കണ്ടുപിടുത്തം. അല്ലെങ്കിൽ ആബിദേ ജയിക്കുമായിരുന്നതാണ് പാർട്ടി പറയുന്നത്. പുതിയ കണ്ടുപിടുത്തം. എന്തായാലും ഇപ്പൊ അവിടെ തങ്കം ജയിച്ച് ആബിദ തോറ്റ് തങ്കം മെമ്പറുമായി. ഇനി എന്തിനു വെറുതെ ചത്ത പിള്ളയുടെ ജാതകം നോക്കണത്? അല്ല ഇത് എല്ലാ പാർട്ടിയിലും ഉള്ളതല്ലേ. തോൽവി അനലൈസ് ചെയ്യുമല്ലോ. ആ ഒരു ചർച്ചയിൽ വന്നു ഇങ്ങനെ വന്നപ്പോ ഇത് മാത്രമേ ഉള്ളൂ, വേറെ കാരണങ്ങളാണ്. ബാക്കിയുള്ളിടത്ത് തോറ്റതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തില്ല അല്ലേ? അല്ല നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വാർഡ് കയ്യിൽ നിന്ന് പോകുമ്പോ എന്തായാലും ഒരു ചർച്ചയ്ക്ക് വരുമല്ലോ. എനിക്ക് നിന്റെ കയ്യിരിപ്പോണ്ട് പോയതായിരിക്കാം ചിലപ്പോ. അങ്ങനെ വരാമല്ലോ. എന്റെ കയ്യിൽ? നീ അല്ലായിരുന്നു അവിടുത്തെ മെമ്പർ. കയ്യിരുന്ന വാർഡ് എന്ന് പറയുമ്പോ അപ്പൊ അങ്ങനെ ചിന്തിക്കാമല്ലോ. എന്തോന്നല്ലേ, ഞാനും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ DDT ഇല്ല, പാർട്ടി ഇല്ല, ഒന്നുമില്ല. എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് വി ഹെൽപ്പ്. അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് എത്ര ബ്രാഞ്ച് തുടങ്ങാം, അതിനെ കേരളം മൊത്തത്തിൽ വ്യാപിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിനിടയ്ക്ക് ഈ പാർട്ടിയും അതും ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്.
ഒന്നാമത് ഞാൻ വെറുത്ത്. എടാ ഒരു ശകലമെങ്കിലും ഈ പാർട്ടി അല്ലാതെ ഒരു വ്യക്തിബന്ധം ആരെങ്കിലും എന്നോട് കാണിക്കണുണ്ടോ? ഒരൊറ്റ മനുഷ്യൻ എന്നെ വിളിക്കണില്ലല്ലോ ഇപ്പൊ അതിനുശേഷം. ആളി എന്തോ ഈ പറയുന്നത്? ഞാൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അളിയന്റെ അടുത്ത് വരുന്നില്ലേ? നിന്നല്ല അളിയൻ ഉദ്ദേശിച്ചത്. എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് കിട്ടുന്ന ഓർഡറുകളൊക്കെ അളിയനെ ഞാൻ പിടിച്ചു അല്ലേ, തരുന്നില്ല. ഞാൻ നിന്നല്ല ഉദ്ദേശിച്ചത്. പാർട്ടിയിൽ വേറെ ഉണ്ടല്ലോ, അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ടല്ലടാ. എന്നിട്ട് അയാളുടെ അനിയന്റെ മോളുടെ കല്യാണം വന്നപ്പോൾ വേറെ ഈവന്റ് ആലപ്പുഴയിലെ ഏതോ ഒരുത്തി റാണി എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുത്ത്. നമ്മളിവിടെ ഈവന്റ് ഇട്ടോണ്ടിരിക്കുകയല്ലേ, ഈ ഹെൽപ്പ് ഇട്ടോണ്ടിരിക്കുകയല്ലേ, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് തന്നില്ല? അപ്പുക്കുട്ടൻ സാറിന് അതിനകത്ത് കുറ്റം പറയുന്നത് അപ്പുക്കുട്ടൻ സാറിന്റെ അടുത്ത് ഇത് ആൾറെഡി സംസാരിച്ചതാ. അപ്പൊ സാറ് പറഞ്ഞു അത് അനിയൻ നേരത്തെ കമ്മിറ്റ്മെന്റ് ആയി പോയി. എന്ത് ചെയ്യാൻ പറ്റും? 1 വർഷം മുന്നേ കമ്മിറ്റ്മെന്റ് ആയി പോയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ആർക്കോ കൊടുത്തോട്ട് ഞാനിവിടെ പണിയില്ലാതിരിക്കണില്ല, എനിക്ക് ഉള്ളത് തന്നെ ചെയ്തു തീർക്കാൻ പറ്റണില്ല. അങ്ങനെ ഇരിക്കുക. നമ്മളെ പരിപാടിക്കുള്ള സെറ്റ് കൊണ്ടുപോകണം. അളിയ എന്തിനു വിഷമിക്കുന്നത്? അളിയന് കിട്ടാമല്ലോ, അളിയന് തന്നെ കിട്ടും. അതത്രേ ഉള്ളൂ. എനിക്കുള്ളത് എനിക്കും നിനക്കുള്ളത് നിനക്കും. അതായിരിക്കുന്നവര് ഞാൻ പറഞ്ഞു ഇവിടെ കാണുന്നത്. അതിന് വേറെ ആരും എങ്ങനെ പിടിക്കാൻ നോക്കിയാലും കിട്ടൂല. അത് ശരി, അത്രേ ഉള്ളൂ. കിട്ടും. ആ ആ ആ ഏ? ഇന്ന് ഡ്യൂട്ടി ഒന്നുമില്ലേ? അല്ല ഇവൻ പറയാറുണ്ട് ഇവിടെ തന്നെ കാണുമെന്ന്. ഓ അത് ശരി. ഞാൻ വർഷോപ്പിൽ പറഞ്ഞിട്ടിറങ്ങിയപ്പോൾ മച്ചമ്പി ക്ലീറ്റോ മച്ചമ്പി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് കാണാൻ എൻ്റെ കൂടെ വരാം. എന്റെ റൂട്ട് മാപ്പൊക്കെ നിന്റെ കയ്യിലുണ്ടോ? നീ എവിടെ പോണ്, എന്ത് ചെയ്യണ്, ആരോടൊക്കെ സംസാരിക്കുന്നു അവനോട് വെച്ചാൽ പറഞ്ഞുതരും. അത് ശരി. അതല്ല, മേളിൽ നിന്നൊരു വർക്കുണ്ട്, മറ്റേ സൗണ്ട് കൊടുക്കുന്ന കാര്യം ഇന്നലെ വിളിച്ചാൽ പറഞ്ഞായിരുന്നല്ലോ. എല്ലാ കാര്യം കൃത്യമായിട്ട് നീ നിന്റെ ജോലിയിൽ ഈ ഒരു ഉത്തരവാദിത്തം കാണിച്ചെങ്കിൽ 2 വർഷം ഇപ്പൊ തുടങ്ങാൻ കേട്ടാ. ശരി, ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി എന്തായി? വീടുണ്ട്. നീ പറഞ്ഞ മാതിരി നീ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും 100% കൊണ്ട് ഒത്തു പറഞ്ഞ വീടൊന്നുമില്ല. ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. ഒരു 90% പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ജീപ്പിടണം, കാറിടണം, അതൊക്കെ ഓക്കെ. പക്ഷേ നീ പറഞ്ഞില്ലേ മറ്റേ ഇവിടെ ഓഫീസ് ഡോർ ഇങ്ങനെയും വേണം ഇങ്ങനെയും വേണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അല്ലാതെ ബാക്കി റൂമും കാര്യങ്ങളൊക്കെ 3 വീടിന്റെ ഇതിൽ കിടപ്പുണ്ട്. അതിലെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ന് എനിക്ക് അവധിയുള്ളൂ. പിന്നെ പോവാ, നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ? ഓട്ടോ വിടുന്ന ഓട്ടോ ഇട്ടോ. ഞാൻ വിടട്ടെ. നിനക്ക് വർഷമില്ലേ? എന്നാ പിന്നെ അൻസാർക്ക് പോകുന്നവർക്ക് എന്നെ വർഷോപ്പിലോട്ട് നാക്ക്. ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റല്ലേ ഇരിക്കുന്ന. അത് എന്റെ ഹെൽമെറ്റ്. ഹെൽമെറ്റിലാ കൊണ്ടുപോണ്ട. പൈസ പെറ്റി അടിക്കാനുള്ളത് കൊടുത്തിട്ട് കയറും. അപ്പൊ നമുക്ക് അവിടെ നോട്ടോ കിട്ടും, അങ്ങോട്ട് പോവാം. ചെക്കിംഗ് ഇല്ലാത്ത റൂട്ട് എനിക്ക് ഹെൽമെറ്റിലാ കൊണ്ടുപോകാനാണ്. നീ ഒന്ന് പോയാ റൊണാൾഡോ. ഇത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ എത്ര പെറ്റി ഇതിനകത്ത് കിടക്കുമെന്ന്. എന്റെ അൻസാർക്ക് നിങ്ങളൊരു പൊളിറ്റീഷ്യൻ ഇല്ല, ഇങ്ങനെ പോലീസുകാരെ പഠിക്കേണ്ട കാര്യം എന്ത്? വണ്ടി എടു. തവളക്കുഴി ജംഗ്ഷൻ വഴി പോകാന്ന് എടു. കേറ് സ്റ്റാൻഡ് കിട്ടും. കേറ്. നീ എന്നെ മറിച്ചിടുവോ? അയ്യോ അമ്മേ, അച്ഛാ. എന്ത് ടീച്ചറിമിളെ? എന്താ വെച്ചാൽ വല്ലാണ്ട് തലവേദന എടുക്കുന്ന, ഒരു ഛർദിക്കാൻ വരും പോലെ. അത് വല്ല ഗ്യാസ് കയറിയതായിരിക്കും. ഡോക്ടർക്ക് പോകാനാണോ? എന്തോ ഒരു ഞാനൊരു കാര്യം ചെയ്യണ്ടേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇച്ചിരി വെളുത്തുള്ളി മേടിച്ചിട്ട് വരാം. അയ്യോ അതിന്റെ മണമൊന്നും എനിക്ക് ഇഷ്ടല്ലേ ചേച്ചി. സെറ്റാവൂല, ഛർദിക്കും. ഛർദിക്കുവാണെങ്കിൽ ഇച്ചിരി അങ്ങ് ഛർദിച്ചു പോട്ടെ, അപ്പൊ ഒരു സുഖം കിട്ടുമായിരിക്കും. തലവേദന എടുക്കും. ഓ, ബാം എടുത്തിട്ട് വരട്ടെ എന്നാ ഞാൻ കടയിൽ പോയ ബാം മേടിക്കും. അത് നെറ്റിയിലെല്ലാം ഇട്ടായില്ലേ പൊള്ളി പോവൂലേ? എന്റെ തോലെല്ലാം ഇങ്ങനെ വരും. എന്റെ ഇത്തിരി ഇല്ലാത്ത കൊച്ചു വരെ ഇടുവല്ലോ. അല്ല എന്റെ സ്കിൻ ഇങ്ങനെയാ, അങ്ങനെ പൊളിയും. ആണോ? എന്നിട്ട് ഇച്ചിരി ഇങ്ങനെ കമന്ന് കിടക്കാം, അപ്പൊ ഒരു സുഖം കിട്ടുമായിരിക്കും. കവുന്ന് കിടക്കുമ്പോ എന്തോ തലക്കാത്ത് വന്ന് ഇങ്ങനെ കിടക്കുന്ന പോലെ. കാരണം ആവുന്നില്ല. വർത്താനം പറയാതെ ഇച്ചിരി നേരം ഇങ്ങനെ കിടക്കും. ഇങ്ങനെ അങ്ങിരുന്നോ? അങ്ങനെ കിടക്കുമ്പോ തലയിലല്ലേ കനം. ആവൂലേ ചേച്ചി? ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഫോണ് ബെല്ലടിക്കുന്നുണ്ടോ? ഫോണാ? സാരില്ല. ഇതാ പിന്നെയും ബെല്ലടിക്കുന്നു. എന്താ എടുക്ക്? ഇനിയിപ്പോ ഇവിടുത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വി ഹെൽപ്പിന്റെ എന്തിനെങ്കിലും വിളിക്കുന്നതാണെങ്കിൽ. അല്ല അല്ല, ഫോൺ എടുത്ത് സംസാരം. ഹലോ. അയ്യോ ഇന്റർവ്യൂവിനല്ലേ? 2:30 പറഞ്ഞിനി. ഇന്റർവ്യൂന്റെ ഇവിടത്തേക്കോ? ഇന്റർവ്യൂവിന് പറഞ്ഞിനി. എന്റെ പറ്റൂല ചേച്ചി,
എന്റെ ചേച്ചി നേരെ വൈകുന്നോറും പ്രശ്നം ചേച്ചി. ഞാൻ ക്ലീറ്റോനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. അമ്മേ. ഹലോ ഹലോ ക്ലീറ്റോ, ഞാനേ ആ ഷർമിളക്ക് തീരെ വയ്യ കേട്ടോ. അല്ല അല്ല, ഇത് ശരിക്കും വയ്യ, എനിക്ക് പേടിയാവുന്ന ഒച്ച കേട്ടോ, ഛർദിക്കുവാ. ക്ലീറ്റോ ചുമ്മാ ഇരുന്നേ, അതിന് വല്ല വയ്യാഴികം വന്നിട്ടുണ്ടെങ്കിൽ തൂങ്ങും കേട്ടോ. ആശുപത്രി പോട്ടെ, അത് ഞാൻ വിടാൻ പോവാ. പിന്നെ ഒറ്റയ്ക്ക് അല്ലാതെ പിന്നെ ആര് പോകാനാ? നിങ്ങൾ വരുമോ? ഞാൻ വീട്ടിൽ പോട്ടെ. ഞാൻ വെക്കുവാ. വിടുവാണേ. ആശുപത്രി പിടിച്ചോ ചേച്ചി, പിടിച്ചോ. ചേച്ചി എന്റെ ബാഗ് എടുത്ത് തരുവാ. ഇവിടെ ഇരിക്കും. ഞാനേ എന്റെ ബാഗും കൂടി എടുത്ത്. ചേച്ചി ചേച്ചിന്റെ ബാഗൊന്നും എനക്ക് വേണ്ട, എന്റെ ബാഗ് മാത്രം മതി. അതല്ല, ഞാനും കൂടി വരാം ആശുപത്രിയിൽ. ചേച്ചി വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ഈ അവസ്ഥയിലോ? ചേച്ചിക്ക് ബുദ്ധിമുട്ടാവൂലേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഈ അവസ്ഥയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ക്ലീറ്റോ കൊല്ലും. ചേച്ചി എനിക്കൊരു വണ്ടി വിളിച്ചെന്നാ മതി, ഞാൻ പോയി. ഒന്നുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോവാൻ ഞാൻ സമ്മതിക്കൂല. ഭഗവാനെ, കണ്ടോ എന്തൊരു ഛർദില. ഇതിനകത്ത് ഒറ്റയ്ക്ക് പോണ എങ്ങനെയാ? ഇപ്പത്തെ കാലാവസ്ഥ തന്നെയാന്ന് തോന്നുന്നു. ആയിരിക്കും. തങ്കം എന്തായി? ട്രിപ്പ് കൊടുത്താ? 2 മണിക്കൂർ കഴിയുമോ? കുഴപ്പമില്ലല്ലോ. അന്നേരം നീ അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ ഞാൻ കനകനെ കൊണ്ടുവന്ന് 2 വീട് കാണിക്കാനായിട്ട് ഇറങ്ങിയതാ. അതിനിടയ്ക്ക് എൻ്റെ ഷർട്ടിൽ കാക്ക പറഞ്ഞു, ഞാൻ ഒന്ന് വീട്ടിൽ പോയി. തക്കുടും അവിടെ ഉണ്ടാവും, ഭക്ഷണം കഴിച്ചു. ഞാൻ പിന്നെ ഒന്ന് കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞാനിപ്പോൾ 1-2 വീട് കനക വീട് നോക്കിക്കൊണ്ടിരിക്കുക. ശരി നീ എൻ്റെ വിവരം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. ഓക്കെ. ആ വീട്ടിൻ്റെ ഓണറാണ്. എന്താണെങ്കിലും ഇന്ന് തീർത്ത് പറ, അല്ലെങ്കിൽ അവർക്ക് വേറെ ആൾ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത് നല്ല അടിപൊളി വീടാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. 4-5 വണ്ടി ഇടാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നീ ആലോചിച്ചിട്ട് പറ. പിന്നെ അവസാനം എന്നെ ശർമ്മള എന്തല്ല, ശർമ്മളക്ക് സുഖമില്ലാതെ ട്രിപ്പ് ഇട്ടത് ആശുപത്രിയിലെ തിയേറ്ററിലാണെന്ന് പറഞ്ഞിട്ട്. തിയേറ്ററിൽ തന്നെ, ആശുപത്രിയിലല്ലേ ഉള്ളത്. ആരക്കാടി ട്രിപ്പ് ഇട്ടത്? ട്രിപ്പ് ഇടുന്നത് റോഡാണ്. പിന്നെ എങ്ങനെയാളിയാ? ഇവക്ക് സുഖമില്ലാന്ന് പറഞ്ഞു ഓഫീസിൽ നിന്ന് ആശുപത്രി പോണെന്ന് പറഞ്ഞ് എവളും കൂടെ പോയതാണ്. എന്നിട്ട് എവളും കൂടെ സിനിമയ്ക്ക് കയറിയിക്കട്ടെ. എന്നെ വിളിച്ചപ്പോ 2.5 മണിക്കൂർ ട്രിപ്പ് കഴിഞ്ഞ് ഇറങ്ങുന്നത്. ഇപ്പൊ കഴിഞ്ഞാണ് 2.5 മണിക്കൂർ ട്രിപ്പ് ഇടാൻ തന്നെയാ പോയത്. ട്രിപ്പ് ഇടാൻ വേണ്ടി അവിടെ ചെല്ലണേന് മുമ്പ് വഴിയിൽ വെച്ച് തന്നെ ഷർമിളയുടെ അസുഖം മാറിയതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോ മനസ്സിലായി, അസുഖം നിനക്കോട് തങ്കം, നിനക്ക്. കേക്കട്ടെ, ആളുകളെല്ലാം കേക്കട്ടെ. അതെ, അത്രയ്ക്ക് അങ്ങോട്ട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ പറ്റിച്ചെങ്കിൽ കണക്കായി പോയി. നീ കണ്ടുപിടിക്കണ്ട. ഈ സിനിമ ഇനി ഈ തിരുവനന്തപുരത്ത് കാണാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പുറകെ ഞാൻ നടന്നില്ലേ? എനിക്ക് അതൊന്ന് കാണണം എന്ന് പറഞ്ഞ ലില്ലി ഡാൻസ് ക്ലാസ്സിൽ എല്ലാവരുടെയും കൂടെ പോയി. അമ്മേനെ അമ്മാവൻ കൊണ്ടുപോയി, പിള്ളേരെ റൊണാൾഡോ കൊണ്ടുപോയി. ഞാനൊരു വാഴനെ പോലെ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ പോയെങ്കിലേ എന്റെ ഇഷ്ടം. ശർമ്മളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാലും ലീവ് ഒന്നും പറഞ്ഞു വരരുത്. പൊക്കോ ചേച്ചി, പൊക്കോ.
നമ്മളാരായി? വാഴ. മരവാഴ.